LSS USS പരീക്ഷയുടെ രജിസ്ട്രേഷന്റെ സമയമാണല്ലോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗൂഗിൾ ക്രോമിന്റെ സെർച്ച് വിൻഡോയിൽ LSS 2024 എന്നോ www.bpekerala.in എന്നോ ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതിയിരിക്കുന്നതിന്റെ താഴെയായി LSS USS എന്ന വലിയ അക്ഷരത്തിലുള്ള ഒരു ലിങ്ക് കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ പേജ് എടുക്കുക. ഇവിടെ യൂസർ ID ആയി വലിയ അക്ഷരത്തിൽ എസ്, അതിനോട് ചേർന്ന് നമ്മുടെ സ്കൂൾ കോഡും നൽകുക. അത് തന്നെയാണ് പാസ്വേഡ് ആയിട്ടും AUയിൽ നിന്നും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. ക്യാപ്ച കോഡും നൽകി സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ HMന്റെ പേരും പഴയ പാസ്വേഡ് മാറ്റി പുതിയ പാസ്വേഡും ഒക്കെ നൽകുന്നതിനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവ ചെയ്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. 8 ക്യാരക്ടറെങ്കിലും ഉണ്ടാവണം. ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ചേർന്നതായിരിക്കണം പാസ്വേഡ്. അതിനുശേഷം ആ പേജ് ലോഗൌട്ട് ആവുന്നുണ്ടാവും. വീണ്ടും വലിയക്ഷരം S അടിച്ചതിന് ശേഷം സ്കൂൾ കോഡ് നൽകി നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും നൽകി LSS അപേക്ഷ നൽകേണ്ട പേജ് ഓപ്പൺ ചെയ്യും. അവിടെ ഇടതുവശത്തുള്ള മെനുവിൽ നിന്നും രജിസ്ട്രേഷൻ എന്ന മെനു തുറന്ന് ആദ്യം തന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. നിങ്ങൾ പുതുതായിട്ട് ഒരു സ്കൂളിൽ വന്നിട്ടുള്ള ആളാണ് എങ്കിൽ അവിടെ HMന്റെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ മാറ്റിയിട്ട് ആ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്യാം. അതിനായിട്ട് റീസെറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ നൽകിയതിനു ശേഷം സേവ് എന്ന പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 പോപ്പപ്പ് മെസ്സേജുകൾ വരും. രണ്ടിലും ഓക്കെ നൽകുക. ഇനി കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി രജിസ്ട്രേഷൻ എന്ന ഇടത് മെനു തുറന്ന് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ എക്സാം ടൈപ്പ് LSS ആണോ USS ആണോ എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെലക്ഷൻ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അവിടെ ഓക്കെ കൊടുക്കുക. തുടർന്ന് കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും, ജെൻഡർ, മീഡിയം, കമ്മ്യൂണിറ്റി തുടങ്ങി അവിടെ കാണുന്ന വിവരങ്ങൾ നൽകി ഏറ്റവും താഴെയുള്ള രജിസ്റ്റർ എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് താഴെയായി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ബോക്സ് പ്രത്യക്ഷപ്പെടും. രജിസ്റ്റർ ചെയ്യുന്ന ഓരോ കുട്ടികളുടെയും പേര് വിവരങ്ങൾ ഈ ബോക്സിൽ വരുന്നുണ്ടാവും. എന്തെങ്കിലും എഡിറ്റിങ്ങോ ആരെയെങ്കിലും ഒഴിവാക്കുകയോ വല്ലതും വേണമെങ്കിൽ അവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്രകാരം ഒന്നും ചെയ്യേണ്ടതില്ല എങ്കിൽ കുട്ടിയുടെ പേരിന് നേരെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കുട്ടിയെ കൺഫേം ചെയ്യുക. എല്ലാവരെയും കൺഫേം ചെയ്തതിനു ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം ചെയ്യുമ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് AU ഓഫീസിൽ നിന്ന് അവ റീസെറ്റ് ചെയ്ത് തന്നാൽ മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നത് ഓർത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഭാഗം ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട്. ഇടതുവശത്ത് മെനുവിൽ റിപ്പോർട്ട്സ് എന്നത് തുറന്ന് കാൻഡിഡേറ്റ് ചെക്ക് ലിസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച കുട്ടികളുടെ ലിസ്റ്റ് നമുക്ക് PDF ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും.